കൊല്ലം കടയ്ക്കലിൽ 52-കാരനെ വീടിനു മുന്നിൽ മരിച്ച നിലയിൽ മറുപുറംകുന്നിൽ ബൈജു ആണ് മരിച്ചത്. മൃതദേഹത്തിന് ഒരാഴ്ചയിൽ കൂടുതൽ പഴക്കമുണ്ട്. ഒരു കൈ വേർപെട്ട നിലയിലാണ്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് കടയ്ക്കൽ പോലീസ്. എയിംസിൽ പ്രവേശിപ്പിച്ച LK അദ്വാനിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന മെഡിക്കൽ സംഘം. ഇന്നലെ രാത്രിയാണ് ആരോഗ്യനില മോശമായതിനെ തുടർന്ന് അദ്വാനിയെ ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചത്. വാർദ്ധക്യ സംബന്ധമായ അസുഖങ്ങളെ തുടർന്നാണ് ആരോഗ്യനില മോശമായത്. എറണാകുളം കരിയാട് MDMA ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകളുമായി പിടിയിൽ. കുട്ടമശ്ശേരി യുവാവാണ് ആലുവ റൂറൽ SP-യുടെ ഡാൻസ് ഓഫ് ടീമിന്റെ പിടിയിലായത്. ഇയാളിൽ നിന്ന് 350 ഗ്രാം MDMA-യും 1/2 കിലോ കഞ്ചാവും 2 LSD സ്റ്റാമ്പുകളും പിടിച്ചെടുത്തു. മലപ്പുറം ഊർഗാട്ടിരി പഞ്ചായത്തിലെ ഓടക്കയം പണിയ കോളനിയിൽ കാണാതായ രാമനു വേണ്ടി തിരച്ചിൽ തുടരുന്നു. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ രാമനെ കാണാതായിട്ട് ഇന്നേക്ക് 3-ാം ദിവസം. തിരച്ചിലിന് വെല്ലുവിളിയായി പ്രദേശത്ത് കനത്ത മഴ തുടരുന്നു. സെപ്റ്റിക് ടാങ്കിൽ അകപ്പെട്ട വീട്ടമ്മയെ രക്ഷപ്പെടുത്തി തിരുവനന്തപുരം വെഞ്ഞാറമൂട് അഗ്നി രക്ഷാസേന. വാമനപുരം സ്വദേശി ലക്ഷ്മിയാണ് സെപ്റ്റിക് ടാങ്കിൽ കുടുങ്ങിയത്. സ്ലാബ് ശരീരത്തിൽ കുടുങ്ങിയ അവശനിലയിലായിരുന്നു ലക്ഷ്മി. മധുവാഹിനി പുഴ കരകവിഞ്ഞു. കാസർകോട് മധൂർ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ വെള്ളം കയറി. ഇന്നലെ അർദ്ധരാത്രിയിലും പുലർച്ചെയും പെയ്ത മഴയിലാണ് പുഴ കരകവിഞ്ഞത്. തിരുവനന്തപുരം ആറ്റിങ്ങൽ പൂവമ്പാറ ദേശീയപാതയ്ക്ക് കുറുകെ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. അപകട സമയത്ത് റോഡിൽ വാഹനങ്ങളില്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. ഫയർഫോഴ്സ് എത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. വയനാട് നേക്കുപ്പയിൽ ഓട്ടോറിക്ഷയ്ക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം. ആനയെ കണ്ട് ഭയന്ന് തോട്ടിലേക്ക് ചാടിയ നടവയൽ സ്വദേശി സഹദേവന് പരിക്ക്. ഓട്ടോറിക്ഷയിലെത്തിയ സഹദേവനെതിരെ കാട്ടാന പാഞ്ഞെടുക്കുകയായിരുന്നു. ആന ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർത്തു. ആക്രമണം ഇന്ന് പുലർച്ചെ 4:30-ഓടെ.